ശ്രീ അബ്ദുള്ള കുട്ടി, ശ്രീ അനിൽ കെ ആന്റണി, കേരളത്തിലെ തലമുതിർന്ന നേതാവും നമ്മുടെ കാരണവരുമായിട്ടുള്ള മുൻ കേന്ദ്ര മന്ത്രിയും കേരളത്തിലെ ആദ്യത്തെ BJPയുടെ MLAയുമായ ശ്രീ രാജേട്ടൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KV ശ്രീധരൻ മാസ്റ്റർ, മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കൃഷ്ണദാസ് ജി, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കുമ്മനം രാജേട്ടൻ, ശ്രീ ശോഭ സുരേന്ദ്രൻ, ശ്രീ AN രാധാകൃഷ്ണൻ, ശ്രീ MT രമേശ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള MT രമേശ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ സുധീർ, തലമുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ നാഷണൽ കൗൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീ രാംപിള്ള സാർ, നമ്മുടെ ഭരണാധികാരി ശ്രീ നാരായണ നമ്പൂതിരി, ശ്രീമതി VT രമ, എല്ലാമായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സംഘടനാ പർവം രാജ്യവ്യാപകമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൃത്യമായും 1980 മുതൽ നടത്തിവരുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് 2024 ഡിസംബർ മാസം തുടങ്ങി ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തമാക്കിക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ ബൂത്ത് പ്രസിഡന്റും അതിനു മുകളിൽ മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, കഴിഞ്ഞ് സംസ്ഥാന അധ്യക്ഷനായി ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നോമിനേഷൻ കൊടുത്ത 2-ാം തീയതിയാണ്. അന്ന് വൈകുന്നേരമാണ് സുരേന്ദ്രൻജി അന്നത്തെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമിനോടൊപ്പം യുവമോർച്ചയിൽ പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത്. അന്ന് മുതൽ 2003 ഒക്ടോബർ 22-ാം തീയതി മുതൽ ഇന്ന് വരെ വ്യത്യസ്ത ചുമതലകളിൽ സുരേന്ദ്രൻജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കേരളത്തോട് പറയുന്നു, കേരളത്തിലെ പാർട്ടി BJP പ്രവർത്തകരോട് പറയുന്നു. സാധാരണക്കാരനായ ഒരു അനുഭാവിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ആത്മവിശ്വാസം കൊടുത്ത ഒരു മാതൃകാ പാർട്ടി പ്രവർത്തകനാക്കി മാറ്റുക എന്നുള്ള ദൗത്യം കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് നിർവഹിച്ചിട്ടുള്ള ഒരു BJP നേതാവാണ് K. സുരേന്ദ്രൻജി എന്ന് 25 വർഷത്തെ എൻ്റെ അനുഭവ സമ്പത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നു. നിരവധി സമര ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മൾ പതറിപ്പോഴും ഒക്കെ തന്നെ നമ്മെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം അനുവദിക്കാത്തതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത്, സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കുള്ള 5 വർഷത്തെ പരിചയം ഭാവിയിൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും വലിയ മുന്നേറ്റത്തിന് അവസരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മിൻസ് ബുക്ക് കൈമാറിയതിനു ശേഷമുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം പാർട്ടി പതാക രാജീവ് ചന്ദ്രശേഖർജിക്ക് കൈമാറും.
ಏಷ್ಯಾನೆಟ್ ನ್ಯೂಸ್ ನೆಟ್ವರ್ಕ್ ಪ್ರಸ್ತುತಿ. ನೀವು ನೋಡ್ತಿದ್ದೀರಾ ಏಷ್ಯಾನೆಟ್ ಸುವರ್ಣ ನ್ಯೂಸ್.